US അതിർത്തി തർക്കത്തിലെ ഏറ്റവും വലിയ പ്രശ്നം ഭിന്നതയല്ല സത്യസന്ധത ഇല്ലായ്മയാണെന്ന വാദവുമായി റൂബൻ നവാറൈറ്റ് ജൂനിയർ എന്ന എഴുത്തുകാരൻ രംഗത്തെത്തിയിരിക്കുകയാണ്. സാൻ അന്റോണിയോ എക്സ്പ്രസ് എന്ന മാധ്യമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനം വന്നിരിക്കുന്നത്. 36 വർഷത്തിലേറെയായി ഈ വാഗ്വാദങ്ങൾ നിരീക്ഷിക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് പറയാൻ കഴിയും, ഈ വിഷയത്തിൽ നിറയെ നുണകളുണ്ട്. ഏറ്റവും വലിയ 10 നുണകളുടെ ഒരു ലിസ്റ്റ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാണ് ലേഖനം തുടങ്ങുന്നത്. ഇവയിൽ ഏറ്റവും വലിയ നുണ, അതായത് 1ാം സ്ഥാനത്തുള്ളതാണ്. അടുത്തിടെ ട്രംപ് ഭരണകൂടത്തിന്റെ പുതിയതും ദോഷകരവുമായ നടപടിയിലൂടെ വാർത്തകളിൽ ഇടം നേടിയിരുന്നു എന്നും അദ്ദേഹം ലേഖനത്തിൽ പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ കുടിയേറ്റ നിയമവുമായി ബന്ധപ്പെട്ട നുണകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഏത് രാജ്യത്തിനും എന്ന പോലെ അമേരിക്കയ്ക്കും ആരെ പ്രവേശിപ്പിക്കണം, ആരെ പ്രവേശിപ്പിക്കരുത് എന്ന് തീരുമാനിക്കാൻ അവകാശമുണ്ട്. എന്നാൽ അത് ശരിയായ രീതിയിൽ ചെയ്യണം. അതായത് മനുഷ്യത്വപരമായി പെരുമാറുകയും നിയമങ്ങൾ പാലിക്കുകയും ചെയ്യണം. അവർ അതെല്ലാം ശരിയായി ചെയ്താൽ US ഉദ്യോഗസ്ഥർക്ക് നുണ പറയേണ്ടി വരില്ല. അത്തരം പെരുമാറ്റം മുഴുവൻ കുടിയേറ്റ പ്രക്രിയയെയും ദോഷകരമായി ബാധിക്കുന്നുവെന്നും റൂബൻ നവാററ്റ് ജൂനിയർ ലേഖനത്തിൽ പറയുന്നുണ്ട്. ഈ വിഷയത്തിൽ പലപ്പോഴും തെറ്റിദ്ധാരണകൾ ഉണ്ടാകാം. പലപ്പോഴും നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ സത്യമായിരിക്കില്ല. കുടിയേറ്റത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വസ്തുതകൾ മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ്. പലപ്പോഴും രാഷ്ട്രീയപരമായ കാരണങ്ങളാൽ കാര്യങ്ങൾ വളച്ചൊടിക്കപ്പെടുന്നു. ഉദാഹരണത്തിന്, അതിർത്തി പൂർണ്ണമായി അടക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ കാരണം അതിൻ്റെ ഭീമാകാരമായ വലുപ്പവും ഭൂപ്രകൃതിയുമാണ്. 1950 മൈൽ നീളമുള്ള അതിർത്തിയിൽ നദികളും മലകളും സ്വകാര്യ ഭൂമികളും ഉൾപ്പെടുന്നു. ഇത് പൂർണ്ണമായി അടക്കുന്നത് പ്രായോഗികമില്ല. അതുപോലെ നാടുകടത്തപ്പെട്ടവർ തിരികെ വരില്ല എന്ന വാദം തെറ്റാണ്. അതിർത്തി സുരക്ഷാ ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത് പലപ്പോഴും ഒരേ വ്യക്തിയെ പലതവണ പിടികൂടേണ്ടി വരുന്നു എന്നാണ്. ഇത് അതിർത്തിയുടെ സുരക്ഷയില്ലായ്മയെയാണ് കാണിക്കുന്നത്. ഉയർന്ന സാങ്കേതിക വിദ്യയിൽ വൈദഗ്ധ്യമുള്ളവരെ ആരും എതിർക്കുന്നില്ല എന്നതും ഒരു തെറ്റായ ധാരണയാണ്. H-1B വിസകളെ ചൊല്ലി അടുത്തിടെയുണ്ടായ വിവാദങ്ങൾ ഇത് വ്യക്തമാക്കുന്നുണ്ട്. അമേരിക്കൻ തൊഴിലാളികളെ അയോഗ്യരായും വിദേശ തൊഴിലാളികളെ വംശീയമായി അധിക്ഷേപിച്ചതും ഇതിന്റെ ഭാഗമായിരുന്നു. കുടിയേറ്റക്കാർ സംസ്കാരവുമായി ഇണങ്ങിച്ചേരുന്നില്ല എന്ന വാദവും ശരിയല്ല. പഴയ തലമുറക്കാർ അവരുടെ ഭാഷ സംസാരിക്കുകയും പുതിയ തലമുറ ഇംഗ്ലീഷ് സംസാരിക്കുകയും ചെയ്യുന്നത് സാധാരണമാണ്. ഇത് ലോകമെമ്പാടും കാണുന്ന ഒരു പ്രവണതയാണ്. നിയമവിരുദ്ധ കുടിയേറ്റക്കാർ അമേരിക്കൻ തൊഴിലാളികളുടെ ജോലികൾ മോഷ്ടിക്കുന്നു എന്ന വാദവും പലപ്പോഴും തെറ്റാണ്. അമേരിക്കക്കാർ ചെയ്യാൻ മടിക്കുന്ന ജോലികളാണ് പലപ്പോഴും കുടിയേറ്റക്കാർ ചെയ്യുന്നത്. ഇത് പലപ്പോഴും കുറഞ്ഞ കൂലിക്കാണ് ചെയ്യുന്നത്. ഡെമോക്രാറ്റുകൾ കുടിയേറ്റ അനുകൂലികളും റിപ്പബ്ലിക്കന്മാർ വിരുദ്ധരുമാണ് എന്നതും ഒരു ലളിതമായ വേർതിരിവാണ്. മുൻകാലങ്ങളിൽ ഡെമോക്രാറ്റിക് പ്രസിഡന്റുമാർ പോലും ധാരാളം ആളുകളെ നാടുകടത്തിയിട്ടുണ്ട്. റിപ്പബ്ലിക്കൻ പ്രസിഡന്റുമാർ കുടിയേറ്റ പരിഷ്കരണങ്ങൾക്ക് ശ്രമിച്ചിട്ടുമുണ്ട്. ശരിയായ രീതിയിൽ വന്ന് നിയമം പാലിച്ചാൽ പ്രശ്നമില്ല എന്നതും ഒരു തെറ്റായ ധാരണയാണ്. ട്രംപ് ഭരണകൂടം നിയമം പാലിക്കാൻ ശ്രമിച്ചവരുടെ അപേക്ഷകൾ പോലും റദ്ദാക്കുകയും ചടങ്ങുകൾ മാറ്റിവെക്കുകയും ചെയ്തിട്ടുണ്ട്. കുടിയേറ്റ നിയമ നടപടികൾ നിയമവാഴ്ചയെക്കുറിച്ചാണ് എന്നതും പലപ്പോഴും തെറ്റാണ്. നിയമം നടപ്പാക്കാൻ വേണ്ടി നിയമം ലംഘിക്കുന്ന ഉദ്യോഗസ്ഥരുമുണ്ട്. നടപടിക്രമങ്ങൾ പാലിക്കാതെ വംശീയ വിവേചനം കാണിച്ച് പൗരന്മാരെ ഉപദ്രവിക്കുന്ന സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കുടിയേറ്റത്തോടുള്ള എതിർപ്പ് വംശത്തോടെക്കുറിച്ചോ വംശീയതയെക്കുറിച്ചോ ഉള്ളതല്ല എന്നതും ഒരു തെറ്റായ ധാരണയാണ്. വെള്ളക്കാരായ കുടിയേറ്റക്കാരെ അറസ്റ്റ് ചെയ്തത് കാണുന്നില്ല. എന്നാൽ മറ്റ് വംശീയ വിഭാഗക്കാരെ ലക്ഷ്യമിട്ട് റെയ്ഡുകൾ നടക്കുന്നുമുണ്ട്. അവസാനമായി, നിയമപരമായ കുടിയേറ്റക്കാരെ സ്വാഗതം ചെയ്യുന്നു എന്നതും ഒരു പൂർണ്ണ സത്യമല്ല. നിയമപരമായ കുടിയേറ്റക്കാരെയും പൗരന്മാരെയും പോലും നാടുകടത്താൻ ശ്രമിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. പൗരത്വം എടുത്തു മാറ്റാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. അതുകൊണ്ട് കുടിയേറ്റത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സത്യസന്ധതയും വസ്തുതകളും വളരെ പ്രധാനമാണ്. തെറ്റായ വിവരങ്ങൾ പ്രചരിക്കുന്നത് ഈ വിഷയത്തെ കൂടുതൽ വഷളാക്കുകയുള്ളൂ. എല്ലാവരും മനുഷ്യത്വപരമായി പെരുമാറുകയും നിയമങ്ങൾ പാലിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയൂ എന്നാണ് റൂബൻ നവാററ്റ് ജൂനിയർ ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്.